ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് സിമ്പിളായിട്ടൊരു ഹെയർ ടിപ്പ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ പലരും എന്നോട് ചോദിച്ച ഒരു കണ്ടന്റ് ആണ്. അതായത് നമ്മൾ ഡെയിലി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണല്ലോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഡെയിലി ഷാമ്പു യൂസ് ചെയ്യാതെ എങ്ങനെ ആ ഓയിൽ നമ്മളുടെ മുടിയിൽ നിന്ന് കളയാമെന്നുള്ളതാണ്. കാരണം മുടിക്ക് ദോഷം ചെയ്യരുത്. നമ്മൾ ഡെയിലി കെമിക്കൽ ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ദോഷം ഉണ്ടാകുമെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് രണ്ടേ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഈ രണ്ടെണ്ണം ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഞാൻ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ അത് യൂസ് ചെയ്യുക. കെമിക്കൽ ഷാമ്പു മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണ്, ഈ ഓയിൽ കൂടുതലായിട്ട് നമ്മളുടെ മുടിയിലും സ്കാൽപ്പിലും അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തിരിക്കരുത്. കാരണം അത് കൂടുതൽ എന്താ പറയുക, നമുക്ക് മുടി പൊഴിച്ചിലോട്ടും അതുപോലെ തന്നെ താരനുണ്ടാകാനും ഒക്കെ ലീഡ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ ഇങ്ങനെ മുടിയിലിരിക്കുന്നത് കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴാട്ടെ നമുക്ക് തന്നെ അറിയാമല്ലേ, നമ്മൾ അന്തരീക്ഷത്തിലൊക്കെ എന്തോരം പൊടി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഇത് മുടിയിൽ വന്ന് അടിഞ്ഞ് ഇതിങ്ങനെ അഴുക്ക് പോലെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ, മുടി പൊഴിച്ചിൽ, താരന് അങ്ങനെ ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം ഡെയിലി ഓയിൽ ചെയ്യുന്നവർ വളരെ മൈൽഡായിട്ടൊരു ഷാമ്പുവോ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന താളിയോ ഉപയോഗിച്ച് നമ്മളുടെ മുടിയിലെ അഴുക്ക് കളയുന്നത് വളരെ നല്ലതാണ്. ആവശ്യത്തിനായിട്ട് നമ്മൾ ഡെയിലി ഷാമ്പു യൂസ് ചെയ്താൽ അത് മുടിക്ക് ദോഷം തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് ഒത്തിരി അധികം ഉണ്ട്. അപ്പോൾ അതിൽ ഒരു റെമഡിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിനായിട്ട് നമ്മൾക്ക് വേണ്ടുന്നത് കറ്റാർവാഴ വേണം. കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള ജലമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന അത് തന്നെ വേണം. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടുന്നത് ചെമ്പരത്തിയുടെ ഇലയാണ്. കാരണം നമ്മളോട് പലരും അന്ന് ചോദിച്ചിരുന്നു, കറ്റാർവാഴ മാത്രം ഉപയോഗിച്ച് മുടി വൃത്തിയാക്കാൻ പറ്റുമോ എന്ന്. മുടി വൃത്തിയാക്കാൻ പറ്റും, പക്ഷെ കറ്റാർവാഴ മാത്രം ചെയ്യുമ്പോൾ പലർക്കും മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് ആകുന്നതായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കറ്റാർവാഴയും അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും കൂടെ ചേർത്തൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പം അത് കൂടാതെ, അതായത് ആ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല നമ്മളിവിടെ, കറ്റാർവാഴയുടെ കൂടെ ചെമ്പരത്തിയുടെ ഇല കൂടി ചതച്ച് ചേർത്ത് അതിൻ്റെ നീരെടുത്ത് തല കഴുകുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവ രണ്ടും നമ്മളുടെ വീടുകളിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ഇത് രണ്ടുമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് ചെമ്പരത്തിയുടെ പൂവ് മാത്രം. അതായത് ചെമ്പരത്തി ഏത് തരം ആയിക്കോട്ടെ, നിങ്ങൾ അതിൻ്റെ പൂവ് മാത്രം, ഞാനിപ്പോൾ ഈ ഇലയും കറ്റാർവാഴയും കൂടെ ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുത്ത് തല കഴുകുന്നത് വളരെ നല്ലതാണ്. അപ്പം ഈ ഒരു താളിയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികമായിട്ട് എണ്ണ മുടിയിൽ നിന്ന് എടുത്ത് കളയില്ല, ആവശ്യത്തിന് മാത്രമേ കളയത്തുള്ളൂ. മുടിയിലൊരു മയം നിൽക്കും. അതുകൊണ്ട് തന്നെ മുടി ഭയങ്കര സ്മൂത്തായിട്ടും സിൽക്കി ആയിട്ടും ഒക്കെ മാറുന്നതായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുമ്പോൾ നമ്മളുടെ മുടിയുടെ തുമ്പ് വരെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് സ്കാൽപ്പ് തൊട്ട് ടിപ്പ് വരെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടിപ്സ് യൂസ് ചെയ്ത് ആ ഓയിൽ നമ്മൾ കഴുകി കളയാൻ ശ്രമിക്കുമ്പോൾ മുടിയുടെ സ്കാൽപ്പിൽ മാത്രമല്ല ഓവറാൾ ഫുൾ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഈ കാണിക്കുന്നത് പോലെ കറ്റാർവാഴയുടെ എടുക്കുക, ഇല എടുക്കുക, കറ്റാർവാഴയുടെ ഇല കേട്ടോ, ചെമ്പരത്തിയുടെ ഇല എടുക്കുക. എന്നിട്ട് ഈ കാണുന്നത് പോലെ നല്ലതുപോലെ കൈകൊണ്ട് ഞെവിടുക. ഇത് അരക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞെവടി നല്ലതുപോലെ ഇങ്ങനെ ഒരുമിച്ചിട്ട് തന്നെ ഞെവിടുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് അളവെടുക്കാവുന്നതാണ്. ഇതുപോലെ ഞെവിടിയിട്ട് ഇതിനെ അരിച്ച് ഉപയോഗിക്കുന്ന കാര്യം മറന്നു പോകരുത്. കാരണം ഇതിൽ ചെറിയ ചെറിയ തരിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് മുടിയിൽ ഇങ്ങനെ ഇടയ്ക്കെല്ലാം കുടുങ്ങിയിരിക്കും. അപ്പം നമ്മൾ മുടി ചിടക്കെടുത്ത് കഴിയുമ്പം അതിലും പ്രശ്നമാകും. കാരണം ഇത് കെട്ട് വീഴാൻ വളരെ സാധ്യത കൂടുതലാണ് അങ്ങനെ ചെറിയ പൊടികളൊക്കെ ഇരുന്നാൽ. അതുകൊണ്ട് ഇതിനെ നല്ലതുപോലെ അരിച്ച് ഇതുപോലെ തലയിൽ തേച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പം നിങ്ങൾ 1-2 യൂസിൽ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും. വേറെ ഒരു ദോഷവും ചെയ്യില്ല. അതുപോലെ തന്നെ തലയിൽ തണുപ്പ് അധികം അടിച്ചുകൂടാ എന്നുള്ള, അതായത് ഇപ്പം എന്തെങ്കിലും സൈനസ് ആയിട്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഹെഡേക്ക് പ്രോബ്ലംസ് ഉള്ളവർ ഇത് അധികം നേരം വെക്കരുത്. പ്രിപ്പയർ ചെയ്യുക, തലയിൽ തേക്കുക, വെറും നോർമൽ വാട്ടറിൽ കഴുകിക്കുക. ഈ ഒരു താളി ഉപയോഗിച്ചതിന് ശേഷം മറക്കരുത് നല്ല തണുത്ത, അതായത് നമ്മളുടെ സാധാ വെള്ളത്തിൽ തല കഴുകി കളയുക. ഇതിന് ശേഷം വീണ്ടും ഇനി ഷാമ്പൂ ചെയ്യണമെന്നൊന്നും ആരും ചോദിക്കരുത്. സിംപിളി ഷാമ്പൂവിന് പകരം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു മൈൽഡ് ഷാമ്പൂ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞത്. അഥവാ നിങ്ങൾക്ക് ചെമ്പരത്തിയിലെ ഇല കിട്ടിയില്ല, അല്ലെങ്കിൽ കറ്റാർവാഴ ഇല്ല എങ്കിൽ നിങ്ങൾക്ക്
ഒരു ചെമ്പരത്തിയുടെ പൂവ് മാത്രമായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുമ്പോൾ നമ്മളുടെ മുടിയുടെ തുമ്പ് വരെ നമ്മൾ ശ്രദ്ധിക്കണം, അതായത് സ്കാൽപ്പ് തൊട്ട് ടിപ്പ് വരെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടിപ്സ് യൂസ് ചെയ്ത് ആ ഓയിൽ നമ്മൾ കഴുകി കളയാൻ ശ്രമിക്കുമ്പോൾ മുടിയുടെ സ്കാൽപ്പിൽ മാത്രമല്ല ഓവറാൾ ഫുൾ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. മുടിയിൽ ഡെയിലി എണ്ണ തേക്കേണ്ടവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡെയിലി എണ്ണ തേക്കുമ്പോൾ അത് അധികമായിട്ട് മുടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. അതായത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ മൈൽഡ് ഷാമ്പുകളോ നമ്മളുടെ നാച്ചുറൽ ടിപ്സോ യൂസ് ചെയ്ത് നമ്മളുടെ അധികമുള്ള എണ്ണ കളയണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അഴുക്ക് അടിഞ്ഞ് എന്ത് ചെയ്യും, മുടി പൊഴിയാനും താരനുണ്ടാവാനും ഒക്കെ കാരണമാകും. ഷാമ്പു യൂസ് ചെയ്ത് കഴുകാതെയാണ് നിങ്ങൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ മുടി നല്ലതുപോലെ കെട്ടിവെക്കുക. അതുപോലെ തന്നെ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം, എണ്ണ പുരട്ടി കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുടി ഉണങ്ങില്ല അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ മുടി ഒരിക്കലും നനഞ്ഞ മുടി ഇങ്ങനെ കുഴച്ച് കെട്ടി വെക്കുകയോ ചെയ്യരുത്. അത് മുടി പൊഴിച്ചിലും താരനും അതുപോലെ തന്നെ ചെറിയ ചെറിയ റെഡ് പാച്ചസ് ഒക്കെ അപ്പിയർ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡെയിലി ഹെയർ ഓയിൽ ചെയ്യുന്നവർ നമ്മളുടെ പില്ലോ കവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെയിലി വാഷ് ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. കാരണം അത് ഫംഗൽ ഇൻഫെക്ഷനിലേക്ക് ലീഡ് ചെയ്യും. നമുക്ക് പിമ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഡെയിലി ഹെയർ ഓയിൽ ചെയ്താൽ മാത്രമെന്നല്ല, നമ്മൾ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും നമ്മളുടെ പില്ലോ കവർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ അത് വളരെയായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഡെയിലി ഹെയർ ഓയിൽ ചെയ്യുന്നവർ ഒരിക്കലും ഡെയിലി കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ച് ആ എണ്ണ തേച്ച് കളയാനായിട്ട് ശ്രമിക്കരുത്. ഇതുപോലെയുള്ള നാച്ചുറൽ ടിപ്സുകൾ മാത്രം യൂസ് ചെയ്യുക. കാരണം അത് നിങ്ങൾ എണ്ണ തേച്ചത് കൊണ്ടുള്ള ഗുണം ഇല്ലാതാക്കുകയുള്ളൂ. അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണ ഇരിക്കുന്നത് ഇറിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്ത് എണ്ണ അതിൽ നിന്ന് റിമൂവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.